തിരുവനന്തപുരത്ത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇപ്പോൾ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ടെലിഫോൺ ലൈൻ ചേരുന്നു. വിഷ്ണു, ജന്മാഷ്ടമി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. എന്തെല്ലാമാണ് തിരുവനന്തപുരത്തെ ആഘോഷത്തിന്റെ വിശദാംശങ്ങൾ? അനുപ്രിയ, ജന്മാഷ്ടമി ആഘോഷം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ഉത്സവം തന്നെയാണ് തിരുവനന്തപുരം നഗരം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും വിപുലമായ ഒരു ആഘോഷം തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പാട്ടും ഭജനയും ആഘോഷങ്ങളുമായെല്ലാം ബാലഗോകുലത്തിന്റെ ഭാഗമായുള്ള ഒരു വലിയ സംഘം തന്നെ ഇവിടെ ഘോഷയാത്ര നടത്തുന്നുണ്ട്. ഈ ശോഭയാത്രയുടെ ഭാഗമായി തന്നെ നിരവധി പ്രമുഖരും, അതായത് മുൻ കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഘോഷയാത്രയിൽ, അതായത് ഈ ശോഭയാത്രയിൽ തന്നെ വലിയ പങ്കാളിത്തമാണ് വഹിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി തന്നെ നിരവധി കുട്ടികളാണ് ഉണ്ണിക്കണ്ണന്റെ വേഷമണിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഘോഷയാത്രയുടെ ഭാഗമായി തന്നെ പിണങ്ങിയും ഒക്കെ നിരവധി കുഞ്ഞു കൃഷ്ണന്മാരും ഒക്കെയും എത്തുന്നുണ്ട്. ഗോപികമാരെല്ലാം അണിനിരക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വലിയ തരത്തിലുള്ള തലസ്ഥാന നഗരത്തിൽ തന്നെ വലിയ ആഘോഷങ്ങളിൽ ഒന്നായി തന്നെ അത് എല്ലാ വർഷവും നടക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോഴും അത് പുരോഗമിക്കുന്നു എന്ന് വേണം പറയാൻ. ശോഭയാത്രയായി തന്നെ ഏകദേശം 6 മണി കഴിയുമ്പോൾ തന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലാണ് ഈ ഘോഷയാത്ര അവസാനിക്കുന്നത്. തിരുവനന്തപുരത്തെ പാളയത്തെ ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്. ഏതായാലും വിപുലമായ ഒരു ശോഭയാത്ര എന്ന് തന്നെ പറയാം. നിരവധി അത്രത്തോളം ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. നിരവധി കുട്ടികളും വലിയവരുമായി ഉള്ളവരൊക്കെയും ഉണ്ട്. എന്തായാലും വലിയ ആഘോഷം എന്ന് തന്നെ വേണം എടുത്തു പറയേണ്ടത്. തിരുവനന്തപുരത്ത് ജന്മാഷ്ടമി ആഘോഷം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്. Vishnu, backward. Backward.
हाँ ജന്മാഷ്ടമി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. വൻ ജനപങ്കാളിത്തമാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി ആഘോഷത്തിന് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിലുള്ളത്. കൃഷ്ണ സങ്കീർത്തനങ്ങളാൽ മുഖരിതമാണ് ജന്മാഷ്ടമി ആഘോഷം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ് ജന്മാഷ്ടമി. ദീപങ്ങൾ തെളിയിച്ച പാട്ടുകൾ, നൃത്തങ്ങൾ, ഉറിയടി മത്സരം, ശോഭായാത്രകൾ എന്നിവയോടെ ഇത് ആഘോഷിക്കപ്പെടുന്നു. കൃഷ്ണാഷ്ടമി അഥവാ ഗോകുലാഷ്ടമി എന്നറിയപ്പെടുന്ന ഈ ഉത്സവം ശ്രാവണത്തിലെ കൃഷ്ണപക്ഷം 8-ാം ദിവസമാണ് കൊണ്ടാടുന്നത്. ഓഗസ്റ്റ് 26-നാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി. കേരളത്തിൽ രോഹിണി നക്ഷത്ര ദിവസം ഇത് ആഘോഷിക്കുന്നു. പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളുമായി വ്യത്യാസപ്പെട്ടും വരാറുണ്ട്. മഹാവിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമായും അദ്ദേഹത്തെ ആരാധിക്കുന്നു. മഞ്ഞ പട്ടുടുത്ത് മയിൽപീലികൾ മുടിയിൽ ചൂടി ഓടക്കുഴലും കയ്യിലേന്തിയ ഉണ്ണിക്കുട്ടന്മാർ കൂടെ രാധമാരും ഈ ദിവസം നഗരപ്രദക്ഷിണം വയ്ക്കുന്നു. ഗുരുവായൂരിലും മറ്റ് അനേക കൃഷ്ണക്ഷേത്രങ്ങളിലും ഭക്തർ ദർശനം നടത്തുകയും വെണ്ണ, അവിൽ, പാൽപ്പായസം, കദളിപ്പഴം എന്നിവ നിവേദിക്കുകയും മഞ്ഞപ്പെട്ട് സമർപ്പിക്കുകയും തുളസിമാല ചാർത്തുകയും ചെയ്യുന്നു. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനിലും യമുനാ തീരത്തുമാണ് വലിയ ആഘോഷങ്ങൾ സാധാരണ നടക്കാറുള്ളത്. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും രാസലീല നൃത്തങ്ങളും നടക്കാറുണ്ട്. ദ്വാരകയിലെ ദ്വാരകാധീശ് ക്ഷേത്രത്തിലും വളരെ ആഡംബരമായാണ് ഇത് ആഘോഷിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ് ജന്മാഷ്ടമി. ദീപങ്ങൾ തെളിയിച്ച പാട്ടുകൾ, നൃത്തങ്ങൾ, ഉറിയടി മത്സരം, ശോഭായാത്രകൾ എന്നിവയോടെയാണ് ജന്മാഷ്ടമി ആഘോഷങ്ങൾ ആഘോഷിക്കപ്പെടാറുള്ളത്. വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ഇപ്രാവശ്യത്തെ ഘോഷയാത്രയ്ക്ക്, ജന്മാഷ്ടമി ആഘോഷത്തിന്, ശോഭയാത്രയ്ക്ക് എത്രത്തോളം ജനപങ്കാളിത്തമാണുള്ളത്? അനുപ്രിയ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണും പോലെ തന്നെ വളരെ അധികം ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഉണ്ണികൃഷ്ണന്റെ വേഷമിട്ട് നിരവധി കുഞ്ഞു കുട്ടികൾ വരെ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് ഇത്രത്തോളം വലിയ ഒരു ജനസാഗരം എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. കാരണം തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ആഘോഷം വരുമ്പോൾ ഇത്രയേറെ ജനപങ്കാളിത്തം കിട്ടുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. 1000-ലധികം ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കാളിത്തം സ്വീകരിച്ചിട്ടുള്ളത്. നിരവധി കുട്ടികൾ കൃഷ്ണന്റെ വേഷം ധരിക്കുന്നുണ്ട്. അതോടൊപ്പം ബാലികമാരുണ്ട്, നിരവധി ഗോപികമാരുടെ വേഷം ധരിച്ചുമൊക്കെ നിരവധി കുട്ടികളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഒരു ആഘോഷം എന്ന് തന്നെ വേണം എടുത്തു പറയേണ്ടത്. നമുക്ക് ഈ ആഘോഷം എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം, നിരവധി കുഞ്ഞു കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് പരിപാടി? ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ എന്ത് വേഷമായിട്ടേക്കുന്നത്? രാധയുടെ വേഷമാണല്ലേ? അപ്പോൾ രാധയുടെ വേഷമൊക്കെ ഇട്ട് നിരവധി കുഞ്ഞുങ്ങളാണ്, നിരവധി പേരാണ് ഇവിടെ പരിപാടിയിൽ എത്തിയിട്ടുള്ളത്. ഈ ഘോഷയാത്രയുടെ ഭാഗമായി കാൽനടയായിട്ടൊക്കെ പോകുന്നുണ്ട്. ഏതായാലും പിഞ്ചു ബാലികാബാലകന്മാർ നിരനിരയായി ശ്രീകൃഷ്ണ വേഷങ്ങളുടെ വേഷം ധരിച്ച് കൃഷ്ണനാമവും ജപങ്ങളുടെ അകമ്പടിയോടെയൊക്കെയാണ് ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലെല്ലാം കാണാം, അത്രത്തോളം ഒരു ജനസാഗരം എന്ന് വേണമെങ്കിൽ പറയാം. നിരവധി പ്ലോട്ടുകളുണ്ട്. അതോടൊപ്പം മുന്നിലെ ഭാഗത്ത് തന്നെ ഉറിയടിയുമായി തന്നെ പോകുന്നുണ്ട്. ഈ ഗണപതി ക്ഷേത്രത്തിലേക്കാണ്, അതായത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കാണ് ഈ ഘോഷയാത്ര എത്തുന്നത്. അവിടെ ചെന്നാണ് ഇത് അവസാനിക്കുന്നത്. അതിനു മുൻപ് പാളയത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഇപ്പോൾ പാളയം സ്റ്റാച്യുവിനടുത്ത് മാത്രം, സ്പെൻസർ ജംഗ്ഷൻ അടുത്ത് മാത്രമാണ് എത്തിയിരിക്കുന്നത്. ഇനിയും ഏറെ ദൂരം സഞ്ചരിച്ച് പോകേണ്ടതുണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ നടന്നാണ് യാത്ര ചെയ്യുന്നത്.
നിരവധി ആളുകൾ ഇതിന്റെ ഭാഗമായി ഉണ്ട്. ഇത് കാണാനായും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പോലും പലരും എത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗതം ഭാഗികമായി നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിപ്പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ തലസ്ഥാന നഗരത്തിന്റെ മധ്യത്തിലൂടെയാണ് ഇവർ നടന്നു പോകുന്നത്. ഈ വലിയ ഘോഷെല്ലാം ഇവിടെ വലിയ ഒരു നിയന്ത്രണങ്ങളോടെ നടന്നു പോകുന്നു. എന്നാൽ അതിന് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് വേണം എടുത്തു പറയേണ്ടത്. അത്തരത്തിലുള്ള ഒരു ഘോഷയാത്ര തന്നെയാണ്. ശ്രീകൃഷ്ണന്റെ ആ ഒരു ജന്മദിനം തന്നെ, ജന്മാഷ്ടമിക്ക് വലിയ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തലസ്ഥാന നഗരം ഈ പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു പരിപാടി തന്നെയാണ് എന്ന് വേണം പറയേണ്ടത്. അനുപ്രിയ, നെയ്യാറ്റിൻകര, മലയൻകീഴ്, അമ്പലമുക്ക്, പേരൂർക്കട, ജഗതി ഉൾപ്പെടെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇന്ന് ഭക്തരുടെ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും ആഘോഷങ്ങളും ഒക്കെ നടത്തി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ പ്രധാനപ്പെട്ട അവതാരമെന്ന് പറയുന്ന ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ് ജന്മാഷ്ടമി. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിലെ ഉറിയടി വീക്ഷിക്കാനായിട്ട് എപ്പോഴും ഭക്തരുടെ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ ഉറിയടി എപ്പോഴായിരിക്കും? സാധാരണഗതിയിൽ ഈ വൈകുന്നേരം സമയങ്ങളിലും രാത്രിയിലുമാണ് ഈ ഉറിയടി നടത്താറുള്ളത്. ആ ഉറിയടി ആരംഭിച്ചോ? അത് എപ്പോഴോടെ ആയിരിക്കും ഉറിയടി ആരംഭിക്കുക? വിഷ്ണു, കേൾക്കാമോ? അനുപ്രിയ, ചോദ്യം വ്യക്തമായില്ല, ഒന്നുകൂടി ചോദിക്കണം. വിഷ്ണു, ഈ ജന്മാഷ്ടമി ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഉറിയടി. സാധാരണഗതിയിൽ ഈ ക്ഷേത്രങ്ങളിൽ ഉറിയടി വീക്ഷിക്കാനായിട്ട് നൂറുകണക്കിന് ഭക്തർ തടിച്ചുകൂടാറുണ്ട്. ഉണ്ണിക്കണ്ണൻ വെണ്ണ മോഷ്ടിക്കുന്നതിനെ അനുസ്മരിച്ചാണ് ഈ ഉറിയടി നടത്താറുള്ളത്. എപ്പോഴായിരിക്കും ഈ ഉറിയടി ആരംഭിക്കുക? ഏതായാലും അനുപ്രിയ പറഞ്ഞതുപോലെ തന്നെ ഉറിയടി വലിയൊരു ആഘോഷം തന്നെയാണ്. അത് എപ്പോഴും നടക്കുന്നുണ്ട്. ഉറിയടിയുമായി ബന്ധപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളിൽ തന്നെ അതിന്റെ പരിസരത്തെല്ലാം വലിയ തയ്യാറെടുപ്പുകളെല്ലാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. വൈകിട്ടോടെ തന്നെ പലയിടത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പോകുന്ന ഘോഷയാത്രയുടെ മുന്നിൽ പോലും ഉറിയടി ഒരു ഭാഗമായി തന്നെ പോകുന്നുണ്ട്. അത്രത്തോളം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിരവധി ക്ഷേത്രങ്ങളിൽ നിരവധി ഭക്തരെത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആഘോഷങ്ങൾ കാണാനായി നിരവധി ആളുകൾ എത്തുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ദിവസം തന്നെയാണെന്ന് എല്ലാ പ്രാധാന്യവും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ പരിപാടികൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ തിരുവനന്തപുരത്തെ ഈ നഗരവീഥിയിലൂടെ പോകുന്ന ഈ ഘോഷയാത്ര, ഈ ശോഭയാത്രയിൽ പോലും നിരവധി പ്ലോട്ടുകളടക്കം, അതായത് ശ്രീകൃഷ്ണ ജയന്തിയെ അനുസ്മരിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള ഭജനയുമായി പോകുന്ന സംഘമുണ്ട്. അതോടൊപ്പം കുഞ്ഞു കുട്ടികൾ പോലും, നിരവധി കുട്ടികൾ പല രീതിയിലുള്ള വേഷമണിഞ്ഞ് ഇവിടെ എത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തെല്ലാം, അതായത് ഈ കുഞ്ഞുങ്ങൾ പോകുന്നതിനൊപ്പം തന്നെ ഭജനയുമായി വലിയ ഒരു സംഘം പോകുന്നുണ്ട്. പ്ലോട്ടുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു പരിപാടി തന്നെയാണ്. ഏറെ നേരം നോക്കി നിന്നാൽ പോലും തീരാത്തത്ര നീളത്തിൽ തന്നെയാണ് ഈ ഒരു ശോഭയാത്ര പോകുന്നത്. അത്രയും നീണ്ട ഒരു നിര തന്നെയാണ് എന്ന് വേണം എടുത്തു പറയേണ്ടത്. ആ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും കണ്ടു നടക്കുന്നത്. ലഹരി ഉണരട്ടെ, മൂല്യവും ബാല്യവും എന്ന സന്ദേശമുയർത്തിയാണ് ബാലഗോകുലത്തിന്റെ ഇത്തവണത്തെ ജന്മാഷ്ടമി ആഘോഷം നടത്തുന്നത്. സാധാരണഗതിയിൽ ഈ ജന്മാഷ്ടമി ആഘോഷം MG റോഡിനെ അമ്പാടിയാക്കി നീങ്ങുന്ന ഒരു ഘോഷയാത്രയാണ്. ഈ ഘോഷയാത്ര പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിലാണ് മഹാ ആരതിയോടെ സമാപിക്കാറുള്ളത്. എത്ര മണിയോടെ ആയിരിക്കും ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ ഈ മഹാ ആരതി ആരംഭിക്കുക? അനുപ്രിയ, ഈ തിരുവനന്തപുരത്ത് അവസാനമായി ഈ ഘോഷയാത്ര എത്തുന്നത്, ഈ ശോഭയാത്ര എത്തി അവസാനിക്കുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ തന്നെയാണ്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ഏകദേശം 6 മണിയോടെ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ 6 മണിക്ക് പരിപാടി നടക്കില്ല, കുറച്ച് അല്പം കൂടി സമയമെടുക്കും. ഏകദേശം ഒരു 6:30 തന്നെ അവിടെ ഘോഷയാത്ര എത്തും. അതിനുശേഷം അവിടെ നിന്നും ആരതി സ്വീകരിച്ച് ഈ ശോഭയാത്ര സമാപിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അങ്ങനെ തന്നെയായിരിക്കും പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ തിരക്ക്, വലിയൊരു തിരക്ക്, ഇത് പൂർണ്ണമായും ഇത് അവസാനിക്കണമെങ്കിൽ വേറെ സമയമെടുക്കും. ഇവരെല്ലാവരും ഈ ഘോഷയാത്ര നീണ്ട ഈ ഒരു നിര അവസാനിക്കണമെങ്കിൽ വളരെയേറെ സമയമെടുക്കും. ഇത് അവിടെ ഏകദേശം ഒരു 6:30 കൂടി എത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും അവിടെ ആ പ്രദേശത്ത് പോലും ഇപ്പോഴും ഈ ശോഭയാത്ര കാണാനായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രദേശത്തും ആളുകളുണ്ട്. ഗതാഗത നിയന്ത്രണവും കൃത്യമായി നടന്നു പോകുന്നുണ്ട്. ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. അതോടൊപ്പം തന്നെ ഘോഷയാത്ര വളരെ പ്രാധാന്യത്തോടെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിഷ്ണു, ടെലിഫോൺ ലൈനിൽ ദയവായി തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.